തിയോഫ്നി ഗെയിം ഷോയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സാദരമങ്ങേ പാവന പാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളേന്തും താലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഈ പ്രോഗ്രാമിൽ അനുഭവിക്കാം. തിയോഫ്നി ഗെയിം ഷോ, ഇത്തിരി നേരം ഒത്തിരി ചിന്ത. നമ്മുടെ ഗെയിമിലേക്ക് നമുക്ക് കടക്കും മുമ്പ് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ, നമ്മുടെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഇടുക്കി മുളപ്പുറം സെന്റ് ജൂഡ് ചർച്ചിൽ നിന്ന് വരുന്ന ബ്രിജിറ്റ് ജോസ് ആൻഡ് സെബാസ്റ്റ്യൻ ജോസ്. നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് അവരെ കൈയടിച്ച് സ്വാഗതം ചെയ്യാം. എറണാകുളം പൂണിത്തുറ സെന്റ് ജെയിംസ് ചർച്ചിൽ നിന്ന് വരുന്ന സുബിൻ കെ ജോസ് ആൻഡ് അലൻ കെ ജോസ്. അവരെ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. മംഗലാപുരം കൻകനാടി സെന്റ് അൽഫോൻസ ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്ന അലിഗ്ര ജിജു ആൻഡ് അന്ന ജിജു. ഇവരെ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. അന്ന, അലിഗ്ര, അലൻ, സുബിൻ, സെബാസ്റ്റ്യൻ ആൻഡ് ബ്രിജിറ്റ്, സ്വാഗതം ഒരിക്കൽ കൂടെ. തിയോഫ്നി ഗെയിം ഷോ നിങ്ങൾ കണ്ടിരുന്ന ഇതിനു മുമ്പ്? കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ? ഓഡീഷന് പ്രാക്ടീസ് ചെയ്തു. ആ, ഗെയിമുകൾ പ്രാക്ടീസ് ചെയ്തോളൂ. ബൈബിൾ വചനങ്ങളൊക്കെ വായിച്ചാ? കുറച്ച്. ആണോ? ഒരു വചനം പറഞ്ഞു. കർത്താവാണ് ജഡയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനം 73:1. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വചനമാണ് അല്ലേ പഠിക്കാനും. അന്നാമേ, അന്ന ഏതാണ്? ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3. ഓക്കെ. അലിഗ്ര? എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13. പറ സുബിൻ. ഈ ലോകം ഒരു നേടിയ നിന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ നിനക്കെന്ത് പ്രയോജനം? പറയൂ സെബാസ്റ്റ്യ. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുന്നതിനും അത് നിത്യമായി ഉണ്ടാകുന്നതിനുമാണ്. യോഹന്നാൻ 10:10. ദൈവമേ, ഞാനങ്ങേ ശരണം വെച്ചിരിക്കുന്നു, എന്നെ സഹായിക്കണമേ. സങ്കീർത്തനം 16:1. ഓക്കെ. അപ്പൊ നിങ്ങൾ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ട്. ബൈബിള് എത്ര പുസ്തകമുണ്ട് ബൈബിളില്? 73. എത്ര പുതിയ നിയമം? 27 പുതിയ നിയമം, 46 പഴയ നിയമം. ഫൈൻ. നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കടക്കാൻ നോക്കിയെങ്കിലോ? അപ്പൊ നിങ്ങൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ഒരു സന്തോഷമുണ്ടല്ലേ? തിയോഫ്നി ഗെയിം ഷോയിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യം അല്ലേ? ആണോ? ഓക്കെ. ഈ സന്തോഷം എന്തുകൊണ്ടാണ് ഈ സന്തോഷം? ഇനി ഇത് കഴിയുമ്പോഴും കൂടുതൽ സന്തോഷം കിട്ടും. എപ്പോ നമ്മൾ വിൻ ചെയ്ത അല്ലേ? നമ്മളാണ് ഈ എപ്പിസോഡിൽ വിജയിയാവുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇനി ഈ നമ്മുടെ തിയോഫ്നി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് തിയോഫ്നി എന്ന് പറയുന്നത് തന്നെ ഈശ്വര ദർശനം എന്നുള്ളതാണ്. ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുക, അനുഭവിക്കാൻ പറ്റുക, തൊടാൻ പറ്റുക. ഈ ഈശ്വര ദർശനം നമുക്ക് മാത്രമല്ല, നമ്മൾ ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾക്കുണ്ടാകണം. നമ്മൾ ഈ ഗെയിംസ് എല്ലാം വെച്ചിരിക്കുന്നത് അതിനാണ്. ഈ ഗെയിംസിന്, ഓരോ ഗെയിംസിനും ദൈവവചനവുമായിട്ടും ഈശോയുടെ കഥകളായിട്ടും ഒക്കെ ബന്ധമുണ്ട്. ബൈബിളായിട്ടൊക്കെ ബന്ധമുണ്ട്. ബൈബിളിലെ സംഭവങ്ങളായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പൊ ആ ഗെയിമുകളെല്ലാം സെറ്റ് ചെയ്തേക്കണം അങ്ങനെയാ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കയറിയാലോ? റെഡിയാണോ? യെസ്. തിയോഫ്നി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 1. ലെവൽ 1 നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിവിടെ കളിക്കാൻ പോകുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ എപ്പിസോഡിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഗെയിമുകളാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രാവശ്യം ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യിക്കുന്ന ഒരു ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൂ റൗണ്ട് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ക്ലൂ റൗണ്ട്. ഇത് ബൈബിളിലെ ഏതെങ്കിലും കഥാപാത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തെക്കുറിച്ചോ ഉള്ള ക്ലൂ ഞാൻ പറയും. ആ പ്രത്യേകതകൾ, ആ വ്യക്തിയുടെ പ്രത്യേകതകൾ ഞാൻ പറയും. ആദ്യത്തെ ക്ലൂ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ, ആ കഥാപാത്രത്തെ അല്ലെങ്കിൽ ആളെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയാൽ നിങ്ങൾക്ക് കൈകൾ പൊക്കാം.
ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൈകൾ പൊക്കുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൈകൾ പൊക്കി ആൻസർ പറഞ്ഞ് തെറ്റായ പിന്നെ ആ ലെവലിൽ നമുക്ക് മത്സരിക്കാൻ പിന്നെ പറ്റില്ല, അല്ല അവസരം നഷ്ടപ്പെടും. അപ്പോ ക്ലൂ റൗണ്ട് നമുക്ക് തുടങ്ങിയാലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? യെസ്. ആദ്യത്തെ ക്ലൂ ശ്രദ്ധിച്ചു കേൾക്കുക. പഴയ നിയമത്തിലെ ഒരു കഥാപാത്രമാണ് ഞാൻ. പഴയ നിയമത്തിലെ ഒരു കഥാപാത്രമാണ് ഞാൻ. പഴയ നിയമത്തിൽ കുറെ കഥാപാത്രങ്ങളുണ്ട് അല്ലേ? നമ്മള് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തൊട്ട് ഇങ്ങനെ ആരൊക്കെയുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തില്? ആദമുണ്ട്, ഹവ്വയുണ്ട്, കായേനുണ്ട്, ആബേലുണ്ട്, ഇങ്ങനെ പോരാ അല്ലെ? കുറെ കഥാപാത്രങ്ങളുണ്ട് പഴയ നിയമത്തിൽ. അബ്രാഹമുണ്ട് അല്ലെ, ഇസ്ഹാക്കുണ്ട്, യാക്കോബുണ്ട്, കുറെ പേരുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലൂ കിട്ടിയപ്പോ നിങ്ങൾക്ക് കുറെ പേരുകൾ മനസ്സിൽ വരാം അല്ലെ? അത് കുറെ ചോയ്സസ് ഉള്ള കാരണം നമുക്ക് ഒരു ഉത്തരമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ ക്ലൂവിലേക്ക് കടന്നാലോ? റെഡിയാണോ? യെസ്. വിശ്വാസത്തിന്റെയും സുഹൃത ജീവിതത്തിന്റെയും മാതൃകയായി അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. വിശ്വാസത്തിന്റെ പിതാവാരാണ്? അബ്രഹാം. ഇത് വിശ്വാസത്തിന്റെയും സുഹൃത ജീവിതത്തിന്റെയും മാതൃകയായി അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. ഐഡിയ കിട്ടിയ ആരാണെന്നുണ്ടെങ്കിലും ഇനി ഐഡിയ? നമുക്ക് അടുത്ത ക്ലൂവിലേക്ക് പോയാലോ? റെഡി? മൂന്നാമത്തെ ക്ലൂ. ഞാൻ നിനവയിലേക്ക് നാടുകടത്തപ്പെട്ടു. സംസാരിച്ചു എന്തെങ്കിലും ഒരു? ഞാൻ നിനവയിലേക്ക് നാടുകടത്തപ്പെട്ടു. നാടുകടത്തപ്പെട്ടു. രണ്ടൂന്ന് കഥാപാത്രങ്ങളുണ്ട് നിനവയായിട്ട് ബന്ധപ്പെട്ടത്. ഒന്നൊരു പ്രവാചകനുണ്ട്. നിനവയിൽ പോയി നീ അവരോട് പറയുക, നീ അവര് നിനവയിലെ ജനങ്ങളെ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്ന് പറയാൻ പറഞ്ഞ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനല്ല ഇത് പോയി പറയാനാ പറഞ്ഞത്. ഇത് ഈ വ്യക്തിയെ നാടുകടത്തിയതാണ് അങ്ങോട്ട്. കിട്ടിയാ? ഉത്തരം ശരിയാണോ? ഒരു ക്ലൂ കിട്ടിയാ? ഉറപ്പാണല്ലോ? നമുക്ക് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺഫ്യൂഷൻ? ഓക്കെ, ചാൻസ്. യോനാ പ്രവാചകൻ. യോനാ പ്രവാചകൻ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആവരുത്. യോനാ പ്രവാചകനല്ല. അതാണ് ഞാൻ നേരത്തെ നിങ്ങളത് സൂചിപ്പിച്ചത്. നിനവയിലേക്ക് ദൈവം യോനായോട് പോയി അവരോട് പറയാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സാന്തരപ്പെടും അല്ലേ? എന്ത് ചെയ്തു യോന? യോന പോയാ? ആദ്യം പറഞ്ഞപ്പോ ഇല്ല, പോയില്ല. അവര് പറഞ്ഞ യോന മനസ്സിൽ മുൻകൂട്ടി തന്നെ കണ്ട് അവര് പറഞ്ഞ കേൾക്കൂല. നിലവിലെ ആൾക്കാരും അത്രയ്ക്കും ദുഷ്ടന്മാരാണ്. അത്രയ്ക്കും അവര് ആർത്ത് ഉല്ലസിച്ച് ലോകത്തിന്റെ ജീവിതമായിട്ട് തകർത്ത് തരിപ്പണമാക്കി ജീവിക്കണേ. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞാൽ അനുസരിക്കൂല ദൈവം. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോയില്ല. കപ്പലിൽ പോയപ്പോ എന്ത് ചെയ്തു ദൈവം? അവനെടുത്ത് കടലിലേക്ക് എറിയിപ്പിച്ചു. മത്സ്യത്തിന്റെ ഉള്ളില് 3 ദിവസം ഒന്ന് കഴിയേണ്ടി വന്നു അല്ലെ? അവസാനം നിനവയുടെ തീരങ്ങളിൽ കൊണ്ടുവന്ന് പുള്ളിനെ തുപ്പിയിട്ട പുള്ളി അവിടെ പറയേണ്ടി വന്നു. നിനവയിൽ വെച്ചിട്ട് യോന വീണ്ടും വർഷമൊന്നും കേട്ടില്ല. അതല്ല കഥാപാത്രം. നമ്മുടെ കഥാപാത്രം നിനവയിലേക്ക് നാട് കടത്തപ്പെട്ടു. എന്തെങ്കിലും ക്ലൂ ആർക്കെങ്കിലും? ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ലെവല് നഷ്ടപ്പെടുന്നത്, അതാണ് പ്രശ്നം പറ്റിയത്. അടുത്തത് നാലാമത്തെ ക്ലൂ. അന്ന എന്റെ ഭാര്യയും. അന്ന എന്റെ ഭാര്യയും. ക്ലൂ കിട്ടിയ? ആ ക്ലൂവിൽ തന്നെ രണ്ടാമത്തത് തോബിയാസ് എന്റെ മകനുമാണ്. ടീം ബി കൈ നോക്കിയിട്ടുണ്ട്. അന്നമ്മ അന്നയ്ക്കറിയോ? അവിടെ പറയുന്നത് അന്ന എന്റെ ഭാര്യയും തോബിയാസ് എന്റെ മകനുമാണ്. ഓക്കെ, കൈവക്കി. ബി, ടീം ബി. തോബിത്ത്. ടീം. നമുക്ക് അവസാനത്തെ ക്ലൂ കൂടെ നോക്കാം. അഞ്ചാമത്തെ ക്ലൂ. കുരുവികളുടെ കാഷ്ടം കണ്ണിൽ വീണ് ഞാൻ അന്ധനായി തീർന്നു. ഉറപ്പായി അല്ലേ? തോബിത്താണ് ഉത്തരം. തോബിത്താണ്, ശരിയാണ്. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങൾ പറഞ്ഞ ടീം സി പറഞ്ഞത് ഉത്തരവും ശരിയാണ്. പക്ഷേ ആദ്യം പറഞ്ഞ ടീമിനാണ് ഈ ലെവൽ വിൻ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു നിലവേന്ന് പറഞ്ഞ് പെട്ടെന്ന് കണക്റ്റഡ് ആവണത് ഈ യോന പ്രവാചകനിലാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത്, കൺഫേം ചെയ്ത് പറഞ്ഞത് അതാണ്, യോനയല്ല എന്ന് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഈ ലെവല് അവസാനിക്കുകയാണ്. ഈ ലെവൽ അവസാനിക്കുമ്പോൾ ടീം ബി ആണ് വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ.
ആദ്യത്തെ ലെവൽ അങ്ങനെ ടീം ബി വിൻ ചെയ്തിരിക്കുക. ടീം ബി എത്ര പോയിന്റ് ആണ് നിങ്ങൾ ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്? 90. ഒറ്റയടിക്ക് 90 പോയിന്റ്സ് കിട്ടുമോ? 90 പോയിന്റ്സ് നിങ്ങൾ മൂന്നാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോഴാണ് എനിക്ക് തരാൻ പറ്റുക. 50. ഇത് ആദ്യത്തെ ലെവലാ. ആദ്യത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ 50 പോയിന്റ് തരാം. ഓക്കെ, ഹാപ്പിയാണോ? സോ ടീം ബി ഒന്നാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 50 പോയിന്റ് ആണ്. സൂപ്പർ. സുബിൻ, അലൻ അല്ലേ? ആണോ? അതെ. നിങ്ങള് ചേട്ടനിയന്മാരാണ് അല്ലേ? പൂണിത്തുറ KV സ്കൂളിൽ പഠിക്കുന്നു. ഹിന്ദിയാണോ കൂടുതൽ? ഹിന്ദി അറിയാമോ? KV കുറെ കൂട്ടുകാരൊക്കെ ഹിന്ദിക്കാരായിരിക്കും അല്ലേ? അല്ലേ? ആണോ? അല്ല ഉണ്ട്. അവിടുത്തെ നേവിക്കാരുടെയൊക്കെ മക്കളൊക്കെ അവിടെ ഹിന്ദിക്കാരെ മിക്കവരുണ്ട്. ഹിന്ദിക്കാര് പഠിക്കുന്നുണ്ട്. ഹിന്ദി അവരോട് സംസാരിക്കാറുണ്ടോ? ഇടക്കിടക്ക് സംസാരിക്കും. ഓക്കെ, ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് എന്താണ്? നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ ചോദിക്കും, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ആരാകണം എന്നാണ് ആഗ്രഹം, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതിന് ഏറ്റവും ദൈവം തന്നിട്ടുള്ള ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്ന കുറെ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള കുറെ കഴിവുകളുണ്ട്. ഏത് കഴിവാണ് ഏറ്റവും ദൈവം തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കഴിവെന്ന് തോന്നിയിട്ടുള്ള അല്ലെന്ന്? പഠിക്കാനുള്ള കഴിവ്. പഠിക്കാനുള്ള കഴിവ്. ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്? ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം? ഇംഗ്ലീഷ്. ഇംഗ്ലീഷാണ് ഇഷ്ടം. ഇംഗ്ലീഷ് ടീച്ചറെ ഇഷ്ടമാണോ? ഇംഗ്ലീഷ് ടീച്ചർ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന കാരണം ഇഷ്ടമാണ്. വെരി ഗുഡ്. സ്വപ്നത്തിലെ ലക്ഷ്യം എന്താണ്? സയന്റിസ്റ്റ് അല്ലെങ്കിൽ വൈദികനാണ്. വൈദികനാകണം. സയന്റിസ്റ്റ് ആയിട്ടുള്ള വൈദികനാകണം. വെരി ഗുഡ്. ഇതൊക്കെ റെയർ ആയിട്ടുള്ള ഒരു സ്വപ്നമാണ്. സയന്റിസ്റ്റ് ആയിട്ടുള്ള വൈദികൻ. എല്ലാ ദിവസവും അൽത്താര പോയല്ലേ? അൽത്താര കുട്ടിയാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോവാറുണ്ട്. ഈ അച്ഛനാകണമെന്ന് തോന്നിപ്പിച്ച വൈദികനാണ് ആരെ കണ്ടിട്ടാണ് അലന് അച്ഛനാകണമെന്ന് തോന്നി? ഞങ്ങളുടെ ഫാമിലി കുറെ വൈദികരുണ്ട്. ആണാ? വൈദികരുടെ ഫാമിലിയാണ്. ദൈവം നിയോഗിച്ചേക്കുന്ന ഫാമിലിയാണ്. ഓക്കെ, സുബിനും അച്ഛനാകാനാണ്? അല്ല, എനിക്കിപ്പോ എഞ്ചിനീയറിംഗ് നോക്കണം. എഞ്ചിനീയറിംഗ് നോക്കണം. ഇപ്പോ +2 ഏതാണ്? മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അപ്പോ ഇനി ഏത് സബ്ജക്ട് എടുക്കാനാണ്? മെക്കാനിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ദൈവം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കട്ടെ. കാരണം ഈ കഴിവുകൾ ഏറ്റവും ബെസ്റ്റ് കഴിവ് ഏതാ ചോദിച്ചില്ല സുബിനോട്. എനിക്ക് കളിക്കാനും കഴിവുണ്ട്, പഠിക്കാനും. എന്ത് കളിക്കാനാ? ക്രിക്കറ്റ്? ബാസ്കറ്റ്ബോളും ക്രിക്കറ്റും. ബാസ്കറ്റ്ബോൾ നമ്മുടെ കേരള ടീമിലൊക്കെ നോക്കാറില്ലേ? അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും പോവാറില്ലേ? നോക്കിയിട്ടില്ല. അപ്പൊ അതിനും കൂടെ ശ്രമിക്കണം. എന്തായാലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിന് കൊടുക്കുക. ദൈവവും കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിനോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ ദൈവം കുറച്ചും കൂടി ഈസി ആക്കി തരും. നിങ്ങൾക്ക് പരീക്ഷകളെ ഫേസ് ചെയ്യുമ്പോൾ ദൈവത്തെ കൂട്ടുപിടിച്ച് പരീക്ഷകൾ എഴുതുമ്പോൾ നല്ല മാർക്ക് കിട്ടും കേട്ടാ. അപ്പോ അലൻ ഒത്തിരി പേരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന നല്ലൊരു വൈദികനാകട്ടെ. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണോ? എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 2. നമ്മള് ലെവൽ 1ൽ ക്ലൂ റൗണ്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ടേബിളിന്റെ അടുത്തേക്ക് വരാം. രണ്ടാമത്തെ ലെവലില് ഒരു പടം നിങ്ങളുടെ ഈ മേശയുടെ പുറത്ത് 20 ബ്ലോക്കുകൾ വെച്ച് ഹൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതിലൊരു ബ്ലോക്കിന്റെ അടിയിൽ ഒരു പടം ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ പടം നിങ്ങൾക്ക് കിട്ടുക, അത് തിരിച്ചറിഞ്ഞ് ഇന്ന പടമാണെന്ന് നിങ്ങൾ പറയുക. അതാണ് നിങ്ങളുടെ ടാസ്ക്.
ക്ലിയർ അല്ലേ സുബിൻ? ക്ലിയർ അല്ലേ അന്ന? സുബാൻ? അപ്പോൾ നിങ്ങൾക്ക് 5 ബ്ലോക്ക് വരെ മാറ്റാം. ഞാൻ ഇവിടെ നിന്ന് പറയും ഒന്നാമത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് മാറ്റാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഒന്നാമത്തെ ബ്ലോക്ക് മാറ്റാം, രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ബ്ലോക്ക് മാറ്റാം, അങ്ങനെ 5 ബ്ലോക്ക് വരെ മാറ്റാം. അതിനുള്ളിൽ നിങ്ങൾക്ക് പടം കിട്ടണം. റെഡിയാണോ? റെഡിയാണോ? യെസ്. എങ്കിൽ ആദ്യത്തെ ബ്ലോക്ക്, ഒന്നാമത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റാം. എവിടെ നിന്ന് വേണമെങ്കിലാവാം. കിട്ടിയ ആർക്കെങ്കിലും? ഇല്ല, എവിടെയോ ഒളിച്ചു കിടക്കുന്നുണ്ട് അല്ലെ? നല്ലോണം പ്രാർത്ഥിച്ചു ചെയ്യും. നിങ്ങളെപ്പോഴും ഇവിടെ ഗെയിം ചെയ്യുമ്പോൾ, ഗെയിമിൽ മത്സരിക്കുമ്പോൾ ദൈവത്തിനെ കൂട്ടുപിടിക്കണം. ദൈവത്തിനോടൊപ്പം, ദൈവമേ ഞങ്ങളുടെ കൂടെ വേണോട്ടാ, ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ വിളിച്ച് കൂടെ നിർത്തിയിട്ടാണ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ ഈസി ആവും ഗെയിംസ്. റെഡി? രണ്ടാമത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് മാറ്റാം. ഇവിടെ നിന്ന് വേണമെങ്കിലും മാറ്റാം. ഓക്കെ, ടീം സി കൈവക്കിയിട്ടുണ്ട്. ടീം എ, ടീം ബി ഇല്ല. ടീം സി, അന്ന, അലിഗ്ര കിട്ടിയാ? ഞാൻ പറഞ്ഞ കാര്യം ചെയ്തെന്നോളെ, പ്രാർത്ഥിച്ച് മാതാവിനോടൊക്കെ കൂടെ പിടിച്ച് പ്രാർത്ഥിച്ച് അന്നതിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അത് ഇട്ടക്ക് എന്ന് പറഞ്ഞു. ഏതാണ് പടം? അബ്രാഹത്തിന്റെ പടം അല്ലെ? അബ്രാഹം എന്ത് ചെയ്യുന്നതാണ്? അബ്രഹാം തന്റെ മോനെ ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് കത്തിയെടുക്കുന്ന പിക്ചർ. ഓക്കെ, നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് നമ്മുടെ മോണിറ്ററോട് ചോദിക്കാം. അബ്രാഹത്തിന്റെ കഥ അറിയാമോ നിങ്ങൾക്ക്? പറ അന്നാമേ, പറ അബ്രാഹത്തിന്റെ കഥ എന്താ? ദൈവം ഒരു പ്രാവശ്യം അബ്രാഹത്തിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു കാര്യം പറഞ്ഞു. നീ ഹൊറേബ് മലയിൽ പോയിട്ട് നിന്റെ ഏകമകനെ ബലി കഴിക്കുവാൻ. ഏകമകനെ ബലി കഴിക്കണമെന്ന്. അലഗ്ര, എന്താ സംഭവിച്ചത് പിന്നെ? അത് കഴിഞ്ഞിട്ട് ബലി കഴിക്കാൻ പോകുമ്പോ മുൾപ്പടത്തിലുള്ള അപ്പോ ആടിനെ കണ്ടു. എപ്പോഴാണ് അബ്രാഹത്തിന് മക്കളുണ്ടാവണത്? ഈ മകൻ, ഈ ബലി കഴിക്കാനായിട്ട് ദൈവം പറഞ്ഞ മകൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഒത്തിരി വയസ്സായപ്പോഴാണ് അല്ലെ? അബ്രാഹത്തിന്റെ അടുത്ത് വളരെ എപ്പോഴും ദൈവം അബ്രാഹത്തിനോട് സംസാരിക്കും, പറയും നിനക്ക് മണൽത്തരികളെ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് സന്തതി പരമ്പരകൾ ഉണ്ടാകും. അപ്പൊ അബ്രാഹം ചോദിക്കും, എനിക്ക് എങ്ങനെ ഉണ്ടാവുക? ഇത്രയും വയസ്സായിട്ട് എനിക്ക് മക്കളുണ്ടായിട്ടില്ല, എന്റെ വേലക്കാർക്കുണ്ട് മക്കള്. പക്ഷെ ദൈവം അവസാനം വാക്ക് പാലിച്ചു, ഇസഹാക്കിന് കൊടുത്തു അല്ലെ? ഇത്തിരി വയസ്സായപ്പോഴാണ്. എന്നിട്ട് ദൈവം പറയുന്നു, നീ ഈ മകനെ ബലി കഴിക്കണം, എനിക്ക് നീ ഇന്ന് ഹോറിയമലയിൽ കൊണ്ടുപോയി നീ ഈ മകനെ എനിക്കായിട്ട് ബലി കഴിക്കണമെന്ന്. അവിടെ ചെല്ലുന്നു. അവിടെ വരെ മകനോട് പറയുന്നില്ല എന്ത്, അവനെ ബലി കഴിക്കാൻ കൊണ്ടുവരണമെന്ന് പറയണമെന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അവനെ പിടിച്ച് കെട്ടി, കൈകാലുകളൊക്കെ കെട്ടി. ഒരിക്കലും ആ മകൻ ഒരുപക്ഷെ ആ സമയത്ത് അല്ലെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവിടെ വെച്ച് കൊല്ലാൻ നോക്കുമ്പോ എന്തു പറയുന്നു ദൈവം? മാലാഖ പറയുന്നു, എന്തു പറയുന്നു? എന്താ പറയണ? നീ അബ്രാഹ്മൻ, നീ എന്താ ചെയ്യണത്? ആ ആടിനെ, കുഞ്ഞാടിനെ എനിക്കായിട്ട് ബലി കഴിക്കാൻ പറയും. മകനെ കെട്ടഴിച്ചു വിടുന്നു. ഓക്കെ, ആ അബ്രാഹത്തിന്റെ പടമാണ്. ഓക്കെ, നിങ്ങൾക്ക് അബ്രാഹത്തിന്റെ കഥകളൊക്കെ അറിയാമായിരുന്നു അല്ലെ? പഴയ നിയമത്തിലെ കഥകളൊക്കെ അറിയാമായിരുന്നു. ടീം സി പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോൾ ഈ ലെവൽ 2 അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം സി ആണ്. കൺഗ്രാറ്റുലേഷൻ. ടീം സി, എത്ര പോയിന്റാണ് നിങ്ങൾക്ക് ഈ ലെവൽ 2 വിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്? 70 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതെ, ലെവൽ 2 വിൻ ചെയ്യുമ്പോൾ ടീം സിക്ക് ലഭിക്കുന്നത് 70 പോയിന്റ് ആണ്. സൂപ്പർ. അന്നയ്ക്കും അലിഗ്രയ്ക്കും ദൈവം തന്നിട്ടുള്ള കഴിവുകളെ കുറിച്ച് കേൾക്കാനും വിശേഷങ്ങൾ. നിങ്ങൾ മംഗലാപുരത്ത് നിന്നാണ് അല്ലേ? മംഗലാപുരത്തെ സ്ഥലത്തിന്റെ പേരെന്താണ്? കങ്കനാടി. ഓക്കെ, ഇത് തിയോഫ്നിയെ കുറിച്ച് എങ്ങനെ കേട്ടറിഞ്ഞ്? ടി വി കാണാറുണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം. വെരി ഗുഡ്. ഈശോ അന്നയ്ക്ക് തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് ഏതാണ്? ഡ്രോയിങ്. വരയ്ക്കും നന്നായിട്ട് ആണോ?
ഇപ്പോ 7 അല്ലേ? ഓക്കെ. അലിഗ്രേ? ആർട്ട് വർക്ക്. ആർട്ട് വർക്കുകൾ ചെയ്യും. എങ്ങനത്തെ? ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഫ്ലവേഴ്സും ഓക്കെ അതൊക്കെ ചെയ്യും. വെരി ഗുഡ്. ഇപ്പൊ +2. ഇനി എന്താണ് പ്ലാൻ? ഇന്റീരിയർ ഡിസൈനർ. ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കാൻ പോകും. ആർക്കിടെക്ട് പഠിച്ചിട്ടാണ് അതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതിന്റെ ഒരു മേഖലയിലാണ് ദൈവം കഴിവ് തന്നിട്ടുള്ളത്. എങ്കിലും പാട്ടൊക്കെ പാടും അല്ലേ അന്നെ? ഓക്കെ, അന്നയും ചേച്ചിയും കൂടി ഒരു പാട്ട് പാടിയാലോ? ഓക്കെ, ഒരു പാട്ട് പാടും. ഓരോ നിമിഷവും ദൈവമേ സ്തുതി പാടിടും ഞാൻ, ഓരോ ശ്വാസത്തിലും ദൈവമേ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മാലാഖയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി മാറി നടന്നിടാം. പാറിപ്പറക്കും വാനിലെ ദൂതുമായി മാറി നടന്നിടും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. അപ്പോ അങ്ങനെ ടീം സി 70 പോയിന്റ് നേടിയിരിക്കുന്നു, ടീം ബി 50 പോയിന്റ് നേരത്തെ നേടിയിരിക്കുന്നു. നമുക്ക് അടുത്ത ലെവലിലേക്ക് കയറിയാലോ? ടീമേ രവിജിത്തെ, സെബാസ്റ്റ്യൻ, ഓക്കെ, അടുത്തതിൽ നമുക്ക് വിൻ ചെയ്യണം കേട്ടാ. റെഡി? തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 3. ലെവൽ 3 നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിൽ കുറെ ബോളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 4 വളയങ്ങളുള്ള ഒരു 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 പ്രതലവും നമുക്കുണ്ട് അല്ലെ? ഈ 4 വളയങ്ങൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യണമെന്ന് അറിയോ? നമ്മളുടെ ബൈബിളിൽ എത്ര സുവിശേഷങ്ങളുണ്ട്? 4 സുവിശേഷങ്ങളുണ്ട്. ഏതൊക്കെയാണ് സുബിനെ? മത്തായി, മർക്കോസ്, യോഹന്നാൻ, അതിന്റെ ഇടയില് ലൂക്ക. അങ്ങനെ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ 4 സുവിശേഷങ്ങളാണ്. നമ്മളുടെ കയ്യിലുള്ളത് കുറെ ആളുകളാണ്. ഈ പന്ത് റെപ്രസെന്റ് ചെയ്യുന്നത് കുറെ നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ആളുകള്, അവരൊക്കെയാണ് ഈ പന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പന്ത് കറക്റ്റായിട്ട് നേരെ ഇടുക, കറക്റ്റ് ഈ സുവിശേഷങ്ങളിലേക്ക് ഈ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ക്ലിയർ ആയ? സുവിശേഷങ്ങളിൽ ആരാണുള്ളത്? ഈശോ നിറഞ്ഞു നിൽക്കുകയാണ്. ഈശോയുടെ സംഭവങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് സുവിശേഷങ്ങള്. സുവിശേഷങ്ങളിലേക്ക് ആളുകൾ അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരിലേക്കാണ് അടുപ്പിക്കുന്നത്? ഈശോയിലേക്കാണ് അടുപ്പിക്കുന്നത്. അപ്പോൾ ഈശോയിലേക്ക് ആളുകളെ അടുപ്പിക്കുക, ഈ പന്തെല്ലാം ഈ വളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. റെഡിയാണോ? നിങ്ങൾക്ക് ഈ ഗെയിം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം 1 മിനിറ്റാണ്. എത്രയാണ്? 1 മിനിറ്റ്. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ പരമാവധി ആളുകളെ സുവിശേഷത്തിലേക്ക് എത്തിക്കുക. റെഡിയാണോ? സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. വേഗം വേഗം. ചിലവരുണ്ട് സുവിശേഷത്തിലേക്ക് വന്ന ആളുകളെ കൂടെ തട്ടിക്കൊണ്ടുപോകും. സൂക്ഷിക്കുക നിങ്ങള്. പതിമൂന്ന് സെക്കൻഡ് കൂടിയുണ്ട്. കഴിഞ്ഞ സുബിന്റെയൊക്കെ നേരത്തെ തീർന്ന്. ഉള്ള ആളുകളെ കളയലേട്ടാ സെബാനെ. അവസാനം 4 സെക്കൻഡുള്ളൂ. വേഗം വിട്ടോളൂ. 3, 2, 1. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു അന്ന കളി? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആദ്യം 2 അല്ലേ, 2 പേര് വളയത്തിൽ വന്നതാണ്. പക്ഷെ അടുത്ത ആൾക്കാര് ഈശോയിലേക്ക് അടുപ്പിക്കാൻ നോക്കിയപ്പോ അവര് ഇവരെയും കൂടെ കൈ വലിച്ച് കൊണ്ടുപോയി അല്ലേ? നിങ്ങൾ 3 പേര് 3 വചനത്തിലേക്ക് എവിടേക്കാണ്? മത്തായിലും ലൂക്കായിലും യോഹന്നാനിലും. മത്തായി, മർക്കോസ്, യോഹന്നാൻ. അങ്ങനെ നിങ്ങള് 2 ടീം 3 പേര് വീതം
സുവിശേഷത്തിലേക്ക് അടുപ്പിച്ചു. ഗ്രേറ്റ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെവൽ അവസാനിക്കുമ്പോ ടീം ബിയും ടീം എയും വിൻ ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ടീം എ ആൻഡ് ടീം ബി, നിങ്ങൾ വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റ്? ഇത് മൂന്നാമത്തെ ലെവൽ. നിങ്ങൾ നേരത്തെ ചോദിച്ച പോയിന്റ് എത്രയുടെ? 90 പോയിന്റ്. യെസ്, ടീം എയും ടീം ബിയും ലെവൽ 3 വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ് 90 പോയിന്റ്സ് ആണ്. ഓക്കെ, ബ്രിജിത്തെ വിശേഷങ്ങൾ പറയും. ഇടുക്കി എന്താണ് നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര്? മുളപ്പുറം. മുളപ്പുറം. ഓക്കെ, മുളപ്പുറത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല തണുപ്പാണോ അവിടെ? കുഴപ്പമില്ല, കുഴപ്പമില്ല, തണുപ്പൊക്കെ ഒക്കെയുണ്ട്. ആ, എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 10ൽ പഠിക്കുന്നു. 10ല്. ഓക്കെ, ഇപ്പൊ നീ പരീക്ഷയ്ക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്യേണ്ടി വരും അല്ലേ? നമ്മള് 10 കൊല്ലം പഠിച്ചതിന്റെ ചെക്ക് ചെയ്യണ സമയം. നിങ്ങൾ എന്തെല്ലാം പഠിച്ചു 1ാം ക്ലാസ് തൊട്ട് ഇത്രയും നാൾ എന്തൊക്കെ പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സാം, ബോർഡ് എക്സാം ഉള്ള ഒരു സമയമാണ് 10ാം ക്ലാസ് അല്ലേ? നന്നായിട്ട് പഠിക്കണം അല്ലേ? എന്താണ് ദൈവം തന്നിട്ടുള്ള കഴിവ്? കവിത എഴുതാൻ. കവിത എഴുതാറുണ്ട്. ഒരു കവിത പാടിയാലോ ശ്രീജിത്തെ? ലാസ്റ്റ് എഴുതിയ കവിത. മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട് കവിത എഴുതൽ? ഉണ്ട്. ഒരു കവിത. ഞാൻ കവിത ഇപ്പൊ ഒരു പാട്ടാ ലാസ്റ്റ് എഴുതിയത്. ഈ കുർബാന കൊടുക്കുന്ന സമയത്തൊക്കെ പാടാൻ ഉള്ള ഒരു പാട്ട്. അത് ആരെങ്കിലും മ്യൂസിക് ചെയ്തിട്ടുണ്ടോ? ഞാൻ തന്നെ ഒരു ട്യൂൺ ഇട്ടു അതിന്. കേക്കട്ടെ. അപ്പത്തിൽ വാഴും എന്നീശോയേ, അകതാരിലലിയിടാൻ നീ വരുമോ? ഞാനിതാ കൊതിയോടെ കാത്തിരിപ്പു, എന്നിൽ നീ വന്നിടണേ ദാദാ, എന്നിൽ നീ വന്നിടണേ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. ഒരു ഇതല്ലാണ്ട് വേറെ കവിതകൾ ഇഷ്ടമാണോ? മറ്റ് ആളുകൾ എഴുതിയിട്ടുള്ള കവിതകൾ ഇഷ്ടമാണ്. ഒരു കവിത. ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കൃതിയിലെ കുറച്ച് വരികൾ. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ. പാദവക്കത്തെ മരത്തിൻ കരിനിഴൽ വേദം കണക്ക് ക്ഷണത്താൽ വളരവേ, എത്രയും തേടി ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ, ആസന്ന മൃത്യുവാം നിശ്ചിഷ്ടമാരുതൻ ശ്വാസം ഇടക്കിടക്കാഞ്ഞു വലിക്കവേ. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇനിയും കുറെ കവിതകള് ബ്രിജിത്ത് എഴുതട്ടെ. എന്താണ് ഭാവിയിൽ ആരാകണമെന്നാണ് ആഗ്രഹം? മലയാളം പ്രൊഫസറാകാൻ. മലയാളം പ്രൊഫസർ ആകുക. അപ്പൊ കവിതകൾ എഴുതണം, കഥകൾ എഴുതണം. ഓക്കെ, എല്ലാം. എന്തായാലും കവിതകൾ കുറെ കൂടി എഴുതാനും ബുക്കുകൾ പ്രസിദ്ധീകരിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഓഡിയൻസും പ്രാർത്ഥിക്കും. സെബാസ്റ്റ്യൻ പറയൂ, എന്തുണ്ട് വിശേഷങ്ങള്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. 7ാം ക്ലാസ്സിലേക്കായി. ഈശോ തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് എന്താണ്, കഴിവെന്താണ്? നന്നായിട്ട് പഠിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അപ്പോ വലുതാവുമ്പോ ആരാകണം എന്നാണ് ആഗ്രഹം? ഒരു IAS ഓഫീസർ. IAS ഓഫീസർ ആകാനായിട്ടാണ് ആഗ്രഹം. ഇടുക്കിയിലൊക്കെ ഇപ്പൊ നല്ല സംഭവങ്ങളൊക്കെ നടക്കണല്ലേ? IAS ഓഫീസർ ആയിട്ടുണ്ടെങ്കിൽ ചീത്തയൊക്കെ കേൾക്കുന്നു, മനസ്സിലായില്ലേ? എന്തായാലും സെബാസ്റ്റ്യന്റെ ആഗ്രഹം പോലെ ഈ പറഞ്ഞ പോലെ നല്ലൊരു IAS ഓഫീസർ ആകാൻ സാധിക്കട്ടെ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾ. ഓക്കെ, ഓക്കെ. അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് അടുത്ത നമ്മുടെ ലെവലിലേക്ക് കടന്നാലോ? റെഡിയാണോ? യെസ്. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 4. ലെവൽ 4 ഒരു എലിമിനേഷൻ റൗണ്ടാണ്. എലിമിനേഷൻ എന്തിനാണ്? നിങ്ങളെ എലിമിനേറ്റ് ചെയ്യണതല്ല, നിങ്ങൾ ഈ പെൻസിൽ, ഈ ബോർഡിൽ നിന്ന് ഈ പെൻസിലിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു കളിയാണ്. നിങ്ങളുടെ കയ്യില് ഇപ്പൊ നിങ്ങളുടെ മുൻപില് 6 പെൻസിലുണ്ട്. നിങ്ങളുടെ കയ്യില് 12 പേളുകൾ തന്നിട്ടുണ്ട്. ഈ പേൾ ഉപയോഗിച്ച് ഒന്ന് കുത്തി എറിയണം. നിങ്ങളുടെ ബോർഡില് ഒന്ന് കുത്തി കറക്റ്റ് ഈ പെൻസിലിനെ ഔട്ടാക്കുക. നമ്മളെ ചുറ്റും എന്ന് പറയണ എന്താ പറയാ, സാത്താൻ ഇങ്ങനെ തക്കം പാർത്തിരിക്കണേന്ന് പറയണ. നിങ്ങൾ സൂക്ഷിച്ചു നിൽക്കണം. ഈ നിങ്ങൾ തിന്മ ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു നിൽക്കണം. കാരണം സാത്താൻ ഇങ്ങനെ ഊട്ടി നടക്കണേ നിങ്ങളെ പിടികൂടാനായിട്ട്. അപ്പൊ പെൻസില് സാത്താനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളുടെ പേൾ ഉപയോഗിച്ച് നമ്മൾ ദൈവത്തിന്റെ
മാലാഖമാരുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മള് ഈ പേൾ ഉപയോഗിച്ച് പെൻസിലിനെ വീഴ്ത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ഏറ്റവും കൂടുതൽ പെൻസിൽ വീഴ്ത്തുന്ന ആളായിരിക്കും, ടീമായിരിക്കും വിൻ ചെയ്യുക. ക്ലിയർ? ക്ലിയർ ആയില്ലേ? യെസ്. നിങ്ങൾ റെഡിയാണോ? ഈ ഗെയിം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കിട്ടുന്ന സമയം 1 മിനിറ്റാണ്. 1 മിനിറ്റ്. സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എടുത്തോ ബ്രിജിത്ത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉപയോഗിക്കാം. Come on. അതിൽ കൊള്ളട്ടെ. പൊക്കി. Come on, come on. കിട്ടും. സ്റ്റെഫാനൊരു ചാൻസ് കഴിഞ്ഞു. ഓക്കെ. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണോ? എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രമേതെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രം ഏത്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? സുബേഷ് നന്നായിരുന്നു. നല്ലായിരുന്നു. എറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് ഗംഭീരമായിരുന്നു. എന്താ ഇവിടെ അലിഗ്ര? എല്ലാം ബൗൺസ് ആയി പോയി. മറ്റേ ഇവരുടെ ബോൾ ചെയ്യുന്ന ക്രിക്കറ്റേഴ്സിന്റെ പോലെ ബൗൺസ് ആയി പോയി. സ്റ്റമ്പിന് മുകളിൽ കൂടെ ടപ്പ് ടപ്പ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ? പലപ്പോഴും നമ്മളുടെ മുൻപിലുള്ള നമ്മളെ ആക്രമിക്കാൻ വരുന്ന സൈറ്റാനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മളുടെ കൂടെ ആര് വേണം? ഒറ്റയ്ക്ക് പറ്റുമോ നമുക്ക്? ഇല്ല. ഈശോ വേണം കൂടെ. ഈശോയുടെ ഒപ്പം വേണം നമ്മള് എതിരിടാനായിട്ട്. അവനെ ചവിട്ടി പുറത്താക്കണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി വേണം. ഓക്കെ, നിങ്ങള് എനിക്ക് തോന്നുന്നു ടീം എയും ടീം ബിയും കറക്റ്റായിട്ട്, ബ്രിജിത്തൊക്കെ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഇവര് അടിച്ച് താഴെ ഇട്ട്. വെരി ഗുഡ്. എന്തായാലും 3 സീറ്റാണ് റിപ്രസെന്റ് ചെയ്യുന്ന 3 പെൻസിലുകൾ വീതമാണ് ടീം എയിലും ടീം ബിയിലും ഉള്ളത്. ടീം സിക്ക് 5 പെൻസിൽ ബാക്കിയായി അല്ലേ? സോ ഈ ലെവൽ, 4ാമത്തെ ലെവൽ അവസാനിക്കുമ്പോ ടീം എയും ടീം ബിയുമാണ് വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. 4ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ ഷെബാനെ എത്ര പോയിന്റ് കിട്ടും? 120. 120 ആണോ? എത്ര കിട്ടും അലൻ? 110. യെസ്. ടീം ബിയും ടീം എയും ലെവൽ 4 വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ് 110 പോയിന്റ് ആണ്. സൂപ്പർ. യെസ്. അടുത്ത ലെവലിലേക്ക് നമുക്ക് എന്ത് പറയണ, ഈ എറിയണ ഉന്നം തന്നെയാണ് അടുത്ത ഗെയിമിലും ഒക്കെ എലിമിനേഷൻ തന്നെയാണ്. നമ്മളിലുള്ള പാപങ്ങളെ എലിമിനേറ്റ് ചെയ്യാനുള്ള റൗണ്ടാണ് അടുത്തത് വരുന്നത്. ഓക്കെ, നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. റെഡിയാണോ? തിയോഫനി ഗെയിം ഷോയുടെ അടുത്ത ലെവലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലെവൽ 5. യെസ്, അടുത്ത എലിമിനേഷൻ റൗണ്ട്. വീണ്ടും നിങ്ങളെ എലിമിനേറ്റ് ചെയ്യുന്ന റൗണ്ട് അല്ല, നമ്മളിലുള്ള പാപങ്ങളെ, നമ്മളിലുള്ള പാപത്തിന്റെ അവസ്ഥകളെയെല്ലാം എലിമിനേറ്റ് ചെയ്യുന്ന ഒരു റൗണ്ടാണ്. ക്ലിയർ? നിങ്ങളുടെ ഒരു കയ്യിലുള്ള ഒരു പാത്രത്തില് 15ഓളം ബോളുകളുണ്ട്. ഈ 15ഓളം ബോളുകൾ നിങ്ങൾക്ക് ഓരോ ബോക്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആ ബോക്സിൽ കുത്തി ഇവിടെയുള്ള ട്രേയിൽ ശേഖരിക്കുക. നിങ്ങളുള്ള 3 ടീമങ്ങൾക്ക് 3 കളറിലുള്ള ബോളുകളാണ് തന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബോളുകൾ ഇവിടെ തങ്ങി നിൽക്കുന്ന ടീമായിരിക്കും വിൻ ചെയ്യുക. ക്ലിയർ? ഈ എഗ് ട്രേയില് നിങ്ങൾ
ബോളുകൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്യണത് എറിഞ്ഞല്ല കളക്ട് ചെയ്യണത്, ഇവിടെ കുത്തി വേണം കളക്ട് ചെയ്യണം. ഓക്കെ, റെഡി? യെസ്. സോ ടീം അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ബോക്സിന്റെ അടുത്തേക്ക് വരാം. നിങ്ങളിൽ ഒരാളായിരിക്കും ബോൾ എറിയുക. കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എറിയുക. മാക്സിമം നിങ്ങൾ ഈ ട്രെയിൽ ശേഖരിക്കാൻ നോക്കുക. റെഡിയാണോ? നിങ്ങൾക്ക് 1 മിനിറ്റാണ് ഈ ഗെയിം കളിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Come on. പാറ്റിയത്. വെരി ഗുഡ്. അപ്പ്. നെറ്റ് കുത്തിയെറിഞ്ഞ് അങ്ങോട്ട് എത്തണ്ടേ? യെസ്. കൺട്രോൾ ചെയ്ത്. സമയമുണ്ട്. വെരി ഗുഡ്. സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വിരുദ്ധ എല്ലാം നിലത്ത് കുത്തിക്കളഞ്ഞ. 3, 2, 1. സോ 3 ബോളുകള്, ഈ കളറിലെ ബോളുകൾ കളക്ട് ചെയ്തു. അത് ടീം ബി ആയിരുന്നു അല്ലെ? ഓക്കെ, ഓറഞ്ച്. ഈ കളറ് ടീം സിയുടേതായിരുന്നു. യെല്ലോ ബോൾസ് വന്നില്ല. ഞാൻ പറഞ്ഞു അവിടെ തന്നെ കുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് ചരിച്ച് നമ്മളെ ആംഗിൾസ് ഒന്ന് പിടിക്കണമായിരുന്നു. നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാം, നിങ്ങളുടെ ടേബിളിന്റെ അടുത്തേക്കെല്ലാം. സോ ഓറഞ്ച് ബോളുകൾ ബോൾ ചെയ്ത ടീം സി ആണ് ഈ ലെവൽ വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അന്ന ഹാപ്പിയാണോ? ഓ, ചേച്ചി കറക്റ്റ് ആയിട്ടൊക്കെ ബോൾ. ചേച്ചി കളിക്കാരുത്, ക്രിക്കറ്റ് കളിക്കാരുതാണോ? അല്ല, സ്പോർട്സിൽ ഏതിലാണ്? ഓട്ടം, അത്ലറ്റിക്. വെരി ഗുഡ്. ടീം സി ലെവൽ 5 വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ് 130 പോയിന്റ്സ് ആണ്. സൂപ്പർ. നമ്മൾ അവസാനത്തെ ലെവലാണ് ഇനി കളിക്കാൻ പോകുന്നത്. അവസാനത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കും മുമ്പ് നമ്മളുടെ ടീം അംഗങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. ഇടുക്കി മുളപ്പുറം സെന്റ് ജൂഡ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ബ്രിജിറ്റ് ജോസും സെബാസ്റ്റ്യൻ ജോസും അടങ്ങിയിട്ടുള്ള ടീം എക്ക് ലഭിച്ചിരിക്കുന്നത് 200 പോയിന്റ്സ് ആണ് ടോട്ടൽ ഇതുവരെ. എറണാകുളം പൂണിത്തുറ സെന്റ് ജെയിംസ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള സുബിൻ കെ ജോസും അലൻ കെ ജോസും അടങ്ങിയിട്ടുള്ള ടീം ബിക്ക് ലഭിച്ചിരിക്കുന്നത് 250 പോയിന്റ്സ് ആണ് ഇതുവരെ. ഓക്കെ. മംഗലാപുരം കങ്കനാടി സെന്റ് അൽഫോൻസ ഫൊറോന ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള അലേഗ്ര ജിജുയും അന്ന ജിജുവും അടങ്ങിയിട്ടുള്ള ടീം സിക്ക് ലഭിച്ചിരിക്കുന്നത് 200 പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മളുടെ അവസാനത്തെ റൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അവസാനത്തെ റൗണ്ടിൽ വിജയിക്കുന്ന ആള് ആരാണോ അവരായിരിക്കും ഈ എപ്പിസോഡിലെ വിജയിയാവുക. അപ്പോൾ നിങ്ങൾ റെഡിയാണോ അവസാനത്തെ റൗണ്ടിലേക്ക് കടക്കാൻ? യെസ്. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 6. ലെവൽ 6 നമ്മള് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. വഴിതെറ്റി നിൽക്കുന്ന ആളുകളെ ഈശോയിലേക്ക് അടുപ്പിക്കുക. അതാണ് നിങ്ങളുടെ ടാസ്ക്. നിങ്ങൾക്ക് 4 ഗോലി കിട്ടും. ആ ഗോലി നിങ്ങൾക്ക് ഈശോയുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ കുഴിയുണ്ട്. കറക്റ്റായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ വഴിയുള്ളൂ. കണ്ടിട്ടില്ലേ നിങ്ങള് ഈ വഴി കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ നമ്മൾ പണ്ട് ബാലരമയിലൊക്കെ കളി ഉണ്ടാവും അല്ലെ? അതേപോലെ വഴിതെറ്റി നിൽക്കുന്ന ആളുകളെ ഈശോയ്ക്ക് അടുത്തേക്ക് എത്തിക്കുക. ഈ ഗോലി നിങ്ങൾക്ക് 4 ചാൻസ് ഉണ്ട്. 4 ഗോലിയുണ്ട്. നിങ്ങൾ ആ 4 ഗോലിയിൽ ഏതെങ്കിലും ഒന്ന് ഈശോയുടെ അടുത്തേക്ക് എത്തിച്ചാൽ മതി. നിങ്ങൾ വിൻ ചെയ്യും. റെഡിയാണോ? ഈ അവസാനത്തെ ലെവല് വിൻ ചെയ്യുന്ന ടീമായിരിക്കും നമ്മുടെ എപ്പിസോഡ് വിജയിയാവുക. 150 പോയിന്റ് ആണ് ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. റെഡി?
എങ്കിൽ നമുക്ക് ആദ്യത്തെ ടീം എക്ക് വരാം. 2 മിനിറ്റാണ് നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാനുള്ള സമയം. ഓക്കെ, ആരാണ് കളിക്കാൻ പോകുന്നത്? സെബാസ്റ്റ്യൻ. ഓ ഗ്രേറ്റ്. അവിടെ സെബാസ്റ്റ്യൻ കാണാണ്ട് വല്ല കുഴിയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം കേട്ടോ. റെഡി സെബാസ്റ്റ്യൻ? റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറഞ്ഞു കൊടുക്കും പ്രജിത. കൺട്രോൾ. ബോളിനെ കൺട്രോളിലേക്ക് കൊണ്ടുപോവാ. പതുക്കെ കൺട്രോൾ ചെയ്യും. സ്ലോ ആക്കാല്ല, സ്പീഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാം. കൺട്രോൾ ചെയ്ത് സ്പീഡ് കുറച്ചിട്ട് പതുക്കെ കൺട്രോൾ. Yes. Easy. Control. Slow ആക്കാ. Slow. Yes. ശ്രദ്ധിക്ക് ഫോക്കസ് കളയല്ലേ. അടുക്കാറായി. Come on. Slow ആക്കാ. പതുക്കെ. 3, 2, 1. ഗുഡ് അറ്റംപ്റ്റ്. നന്നായിട്ട് ശ്രമിച്ചു സെബാസ്റ്റ്യൻ. വെരി ഗുഡ്. ടീം ബി റെഡിയാണോ? യെസ്. ആരാണ് കളിക്കാൻ പോകുന്നത്? സുബിൻ പ്ലീസ്. അതെന്നെ എടുത്തു കൊടുക്കണം കേട്ടോ. യെസ്. റെഡിയാണോ സുബിൻ? സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. Yes. Very good. Very good. Wow! Very good. Super. Team C. Team B അങ്ങനെ ഈശ്വരുടെ അടുത്തേക്ക് എത്തിച്ചു ആളുകളെ. റെഡിയാണോ? പ്ലീസ് കം. അന്നെ അത് എടുത്തു കൊടുക്കൂ അല്ലേ? ഓക്കെ. വെരി ഗുഡ്. ഫൈൻ. റെഡിയാണോ അല്ലെങ്കില? സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. Control. Yes. Control. Speed ആക്കണ്ട. Very.
കൊടുക്ക് വേഗം കൊടുക്ക്. Yes. കിട്ടും. Come on. Control. Oh, വേഗം. കൺട്രോൾ ചെയ്ത്. It's okay. Please. ഈശോയുടെ അടുത്തേക്ക് എത്തിക്കുക ഈസിയാണോ? അല്ല അല്ലേ? ലോകത്തിന്റെ ചിന്തകളിലെ കുഴികള്, ലോകത്തിന്റെ ആകർഷണങ്ങളിലെ കുഴികളൊക്കെ നമ്മളെ കാത്തു നിൽക്കും. നമ്മള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വഴികൾ കണ്ടെത്തി ഈശോയുടെ അടുത്തേക്ക് എത്തിക്കാൻ നോക്കുമ്പോഴേക്കും കുഴിയിലൂടെ അവൻ പോവും. നിങ്ങൾ രണ്ടുപേരും പോയി അല്ലേ? സെബാസ്റ്റ്യൻ ചെയ്തപ്പോ ഒരാള് കുഴിയിലേക്ക് പോയി. കൺട്രോൾ ചെയ്യണം. നമ്മ ഒരു വണ്ടി ഭയങ്കര സ്പീഡിലാണെങ്കിൽ ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? സ്പീഡ് കുറയ്ക്കണം. ഈ മൂവ്മെന്റ്സിന്റെ, ഈ ബോളിന്റെ, ഈ ഗോലിയുടെ മൂവ്മെന്റ്സിന്റെ സ്പീഡ് കുറച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ, ഒരു ബാലൻസ്ഡ് ആയിട്ട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എനിവേ, നമ്മളുടെ അവസാനത്തെ ലെവൽ അവസാനിക്കുമ്പോൾ ടീം ബി വിൻ ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. ടീം ബി അവസാനത്തെ ലെവൽ വിൻ ചെയ്ത് അവർ നേടിയിരിക്കുന്നത് 150 പോയിന്റ് ആണ്. അങ്ങനെ നമ്മളുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമുക്ക് ഈ എപ്പിസോഡിലെ വിജയി ആരാണെന്ന് നോക്കാം. ഇടുക്കി മുളപ്പുറം സെന്റ് ജൂഡ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ബ്രിജിറ്റ് ജോസും സെബാസ്റ്റ്യൻ ജോസും അടങ്ങിയിട്ടുള്ള ടീം എയും, മംഗലാപുരം കങ്കനാടി സെന്റ് അൽഫോൻസ ഫൊറോന ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള അന്ന ജിജുവും അലിഗ്ര ജിജുവും അടങ്ങിയിട്ടുള്ള ടീം സിയും, ഈ രണ്ട് ടീമുകളും 200 പോയിന്റുകൾ വീതം നേടി രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ്. പൂണിത്തുറ, എറണാകുളം പൂണിത്തുറ സെന്റ് ജെയിംസ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള അലൻ കെ ജോസും സുബിൻ കെ ജോസും അടങ്ങിയിട്ടുള്ള ടീം ബി 400 പോയിന്റുകൾ നേടി ഈ എപ്പിസോഡ് വിജയിയായിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. തിയോഫനി ബൈബിൾ ഗെയിം ഷോ വിജയികളെ കാത്തിരിക്കുന്നത് വിശുദ്ധനാട് തീർത്ഥാടനം. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by You Smart Travels Ernakulam. വിജയികൾക്ക് തിയോഫനി നൽകുന്ന ട്രോഫിയുണ്ട്. കൺഗ്രാറ്റുലേഷൻ. തിയോഫനി ഗെയിം ഷോയുടെ മനോഹരമായ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തിയോഫനി ഗെയിം ഷോ, ഇത്തിരി നേരം ഒത്തിരി ചിന്ത. അടുത്തയാഴ്ച പുതിയ കളിക്കാരും പുതിയ കളികളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ. Your time starts
Now. Are you ready? Yes. വീർമങ്ങി മഞ്ഞ കതിരു പൊങ്ങി വീതഗണത്തിലെങ്ങാർക്കു സിങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നി എവിടെ പൊന്നങ്ങിലെ നിന്നു തങ്ങി